ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രോഫിക് കാസ്കേഡ് എന്നുള്ള പോമാണ്. ട്രോഫിക് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്കോളജിക്കൽ ഫിനോമിനൻ്റെ പേരാണ്, ഒരു പ്രതിഭാസമാണ് പ്രകൃതിയിലുള്ള. അതായത് നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പരിസ്ഥിതി ഇങ്ങനെ നിലനിൽക്കുന്നതിൽ കൃത്യമായൊരു ഭക്ഷ്യ ശൃംഖലയുണ്ട്, ഫുഡ് ചെയിൻ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒന്നൊന്നിനെ ഭക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പരിസ്ഥിതി അല്ലെ പ്രകൃതി നിലനിൽക്കുന്നത്. എന്നാൽ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു ജീവജാലത്തെ അതിൻ്റെ കുറവോ കൂടുതലോ ഉണ്ടായാൽ ഈ മൊത്തം ജീവജാലങ്ങളെയും അത് ഏതെങ്കിലും രീതിയിലൊക്കെ അഫക്റ്റ് ചെയ്യും അല്ലേ. പ്രത്യേകിച്ച് ഒരു വേട്ടക്കാരൻ, അതായത് പ്രഡക്റ്റർ ആയിട്ടുള്ള ഒന്നൊന്നിനെ ഭക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു വേട്ടക്കാരനായ മൃഗത്തെ നമ്മുടെ ഈ ഒരു എക്കോളജിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചേഞ്ചസ് വരും. ആ ഒരു ഫിനോമിനനെയാണ്, അതായത് ഒരു ജീവിയെ മാറ്റിക്കൊണ്ട് പ്രകൃതിയെ പരിസ്ഥിതിയെ നിയന്ത്രിക്കുന്ന, അതിൽ മാറ്റമുണ്ടാക്കുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് ട്രോഫിക് കാസ്കേഡ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ പോമിൻ്റെ സമ്മറി എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ US ഒരു ദേശീയ ഉദ്യാനമുണ്ട്, ഒരു നാഷണൽ പാർക്കുണ്ട്. അവിടെ ഭയങ്കരമായിട്ടും ഈ മാനുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്, ഡിയറുകളുടെ എണ്ണം. നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാം ഒരു പ്രത്യേക സന്തുലിതാവസ്ഥയിലാണ് പോകുന്നത് അല്ലെ, ഒരു ഇക്വിലിബ്രിയത്തിൽ. അത് ഏതെങ്കിലും ഒന്ന് കൂടിയാലും കുറഞ്ഞാലും അത് മറ്റ് ജീവജാലങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഈ നാഷണൽ പാർക്കിൽ ക്രമാതീതമായ അളവിൽ മാനുകൾ, ഡിയറുകളുടെ എണ്ണം കൂടുകയാണ്. ഈ മാനുകളുടെ എണ്ണം ക്രമാതീതമായി കൂടുമ്പോഴേക്കും മരങ്ങളൊന്നും വലുതാവാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, വളരെ ചെറിയ ചെടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ മാനുകൾ കൂട്ടത്തോടെ വന്ന് ഇതെല്ലാം ഭക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മരത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവജാലങ്ങൾ ആ ഒരു നാഷണൽ പാർക്കിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ നാഷണൽ പാർക്കിലേക്ക് മാനുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രോഫിക് കാസ്കേഡ് എന്നുള്ള പ്രതിഭാസത്തിന്, ആ ഒരു പ്രതിഭാസം സംഭവിക്കാൻ വേണ്ടി കൂടി പുതിയൊരു പ്രഡക്റ്ററിനെ ആഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതാരാണ്? ഗ്രേ വുൾഫുകളാണ്, ചെന്നായ്ക്കളാണ്. ഈ ചെന്നായ്ക്കളെ ഇറക്കുന്നത് എന്തിനാ? മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മാനിൻ്റെ നമ്പർ കൺട്രോൾഡ് ആയാൽ മാത്രമേ നാഷണൽ പാർക്കിന് ആ പഴയ ഒരു ആവാസ വ്യവസ്ഥ തിരിച്ചു കിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലേക്ക് മാനുകളെ കുറച്ചുകൊണ്ട് വൂൾഫുകൾ വന്നതിന് ശേഷം അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഈ പോമിൽ മൊത്തം നമ്മൾ കാണുന്നത്. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേ വൂൾസ് വരുന്നു, ഡിയറുകളെ കുറേ പിടിച്ചു തിന്നുന്നു. ഡിയറുകൾ കുറയുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് ചെടികൾ വളർന്ന് വലിയ വലിയ മരങ്ങളാകുന്നു. അതിൽ കൂട് കൂട്ടാൻ വേണ്ടി പക്ഷികൾ വരുന്നത് കാണാം. ഈ പക്ഷികൾ കൂട് കൂട്ടുമ്പോഴും സീഡുകളൊക്കെ കൊത്തിപ്പറക്കുമ്പോഴും അത് താഴോട്ട് വീണ് പോകുന്നു. ആ സീഡുകളിൽ നിന്ന്, പുതിയ വിത്തുകളിൽ നിന്ന് പുതിയ ചെടികൾ മുളച്ച് താഴെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെ രൂപം കൊള്ളുന്നു. ആ കുറ്റിക്കാടുകളിലെ മാളങ്ങളിൽ കളിക്കാനും ഒളിക്കാനും ഒക്കെ മുയലുകൾ, മറ്റ് ജീവികളെല്ലാം വരുന്നത് കാണാം. അതുപോലെ അണ്ണാനുകളും കീരികളും എല്ലാം തിരിച്ചു വരുവാണ്. കാട്ടെലികൾ, ഇവിടുന്ന് പോയവരെല്ലാം തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ജീവികളെ പിടിക്കാൻ വേണ്ടി മറ്റു വലിയ ജീവികളായിട്ടുള്ള കഴുകനും പ്രാപ്പിടിയനും പരുന്തുമെല്ലാം വരുന്നത് കാണാം. അങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ ഒന്നിനെ ഇന്റർ കണക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, നദികളുടെ തീരത്തൊക്കെ പുതിയ ബെറി മരങ്ങൾ, പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങൾ, ചെടികളൊക്കെ കിളുത്ത് വരികയാണ്. അത് തിന്നാൻ വേണ്ടി കരടികൾ എത്തുന്നത് കാണാം. ഈ കരടികൾ ബെറിയൊക്കെ തിന്ന് പോകുന്ന വഴി കാണുന്ന കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെല്ലാം കഴിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ ഇടും. അത് തിന്നാൻ വേണ്ടിയിട്ട് കഴുകനൊക്കെ വരുന്നത് കാണാം. അങ്ങനെ ആ ഒരു റിവറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചെടികൾ വളരുന്നു. വില്ലോ മരങ്ങൾ, വലിയ മരങ്ങൾ വളർന്ന് അതിലേക്ക് വീണ് കിടക്കുന്നു. അതിൽ തൂങ്ങിക്കളിക്കാനും വെള്ളത്തിൽ മുങ്ങാങ്കുഴി ഇടാനും ഒക്കെ നീർനായകൾ വരുന്നു, തവളകൾ വരുന്നു, വാൽമാക്രി കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങുന്നു. അങ്ങനെ ആ റിവറിന് ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ വളർന്ന് റിവറിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് അത് മാറ്റം വരുന്നു. അപ്പം വെള്ളം വന്ന് മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞിരിക്കുമ്പോഴേക്കും പുഴ ദിശ മാറി ഒഴുകുവാണ്. കാരണം ഈ ചെടികളും മരങ്ങളും എല്ലാം കൊണ്ട് പുഴയുടെ തീരത്ത് ശക്തമായൊരു മതിൽ പോലെ അത് നിൽക്കുമ്പോൾ വലിയ വെള്ളമൊക്കെ വരുമ്പോൾ അത് കരയിലേക്ക് ഒഴുകാതെ അത് അതിന് പറ്റുന്ന രീതിയിൽ മാറി ഒഴുകുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ചെറിയൊരു മാറ്റമാണ് മൊത്തത്തിൽ ഈ ഒരു നാഷണൽ പാർക്കിൽ സംഭവിച്ചത്. ഒരു പുതിയ ജീവിയെ, ഒരു പ്രഡക്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, മറ്റൊരു പ്രഡക്റ്ററിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ചെറിയ ജീവി കുറച്ച് കുറഞ്ഞപ്പോൾ തന്നെ ഒന്നിൽ നിന്നും
പുതിയൊരു റിയാക്ഷനും പുതിയൊരു ആവാസ വ്യവസ്ഥയും ഒക്കെ പോസിറ്റീവായിട്ട് അവിടെ രൂപാന്തരപ്പെടുന്നത് കാണുന്നത്. അവസാനം ആ ഒരു നദിയുടെ ഒഴുക്കിനെ വരെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടുത്തെ ആ ഒരു ആവാസ വ്യവസ്ഥ മാറുകയും നദി ദിശമായി ഒഴുകുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇത്രയും പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോയറ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് മദർഹുഡിലേക്ക് എത്തിക്കൊണ്ടാണ്, മാതൃത്വത്തിലേക്ക്. അതായത് എങ്ങനെയാണോ ഈ ഒരു നാഷണൽ പാർക്കിന്റെ ആവാസ വ്യവസ്ഥയെ ഒരു വിശപ്പുള്ള ജീവി വന്ന് മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞത്. ഏതായിരുന്നു? ഗ്രേ വൂൾഫ് വന്നിട്ട്. ഇതുപോലെ തന്നെയാണ് ഏതൊരു സ്ത്രീയുടെ ജീവിതത്തിലും മറ്റൊരു വിശപ്പുള്ള ജീവി വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയാണ്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ ജീവിതമല്ല, അതുവരെ ഉണ്ടായിരുന്ന ആവാസ വ്യവസ്ഥയോ അല്ലെങ്കിൽ ശീലങ്ങളോ രീതികളോ ഒന്നുമല്ല, അമ്മയ്ക്ക് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അവരുടെ ജീവിതക്രമത്തിൽ മാറ്റം വരുന്നു, ഇഷ്ടാനിഷ്ടങ്ങളിൽ മാറ്റം വരുന്നു, സമയക്രമങ്ങളിൽ മാറ്റം വരുന്നു. അങ്ങനെ പുതിയൊരു നമ്മളായിട്ട് നമ്മൾ മാറുന്ന, പുതിയൊരു നമ്മളെ നമ്മൾ കണ്ടെത്തുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കുഞ്ഞിന്റെ ജനനത്തിലൂടെ ഒരു അമ്മ എത്തുന്നതാണ്. അപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തിനെ ഒരു മദർഹുഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ മദർഹുഡിൽ ഒരു അമ്മയ്ക്ക് സംഭവിക്കുന്ന നല്ലതും മോശവുമായ എല്ലാത്തരം മാറ്റങ്ങളെയും പ്രകൃതിയിലെ ഈ ഒരു ട്രോഫിക് കാസ്കേഡ് എന്നുള്ള പ്രതിഭാസവുമായി കണക്ട് ചെയ്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്.